സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ശ്രീ മണികുമാറിനെ നിയമിച്ച നടപടി അങ്ങേയറ്റത്തെ തെറ്റായ ഒരു തീരുമാനമാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിരുന്ന സന്ദർഭത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ കൊടുത്ത മുഴുവൻ കേസുകളിലും സർക്കാരിനെതിരെ കൊടുത്ത സ്പ്ലിങ്കർ അടക്കമുള്ള എല്ലാ കേസുകളും അടയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു നീതിയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാതെ സർക്കാരിൻ്റെ ഏജന്റായി പ്രവർത്തിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് മണികുമാർ. അദ്ദേഹത്തെ നിയമിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഞാൻ പരാതി കൊടുത്തതാണ്. ആ പരാതി നിലനിൽക്കെയാണ് ഗവർണർ ഇത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഈ മണികുമാറിനെ നിയമിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP-യുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയാണ് ഗവർണർ ഇതിന് വഴിപ്പെട്ടത് എന്നുള്ളതാണ്. ഗവർണർ എങ്ങനെ വഴിപ്പെട്ടുവെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കള്ളക്കളി നാടകമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ശരിയായിരിക്കുന്നു. ഇത്രയും നാളായി മണികുമാറിൻ്റെ നിയമനം പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഗവർണർ പൊടുന്നനവേ അദ്ദേഹത്തെ നിയമിച്ചത് എന്തുകൊണ്ട്? തന്നെയുമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതലയാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ മനുഷ്യാവകാശങ്ങൾ മാത്രമാണ് ഇത്രയും കാലം ചീഫ് ജസ്റ്റിസായിരുന്നുകൊണ്ട് സംരക്ഷിച്ചത്. അങ്ങനെ ഒരാളിനെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട മനുഷ്യാവകാശ കമ്മീഷന് വെച്ചാൽ ഒരു നീതിയും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഗവർണർ ഇത് BJP-യും CPM-ഉം തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത് അംഗീകരിച്ചു കൊടുത്തത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ളൊരു അവഹേളനമായിട്ട് വേണം കണക്കാക്കാൻ. ഇന്ന് ഇത്തരമൊരു നിയമനത്തിൽ ഗവർണർ പൊടുന്നനവിനെ ഒപ്പിടാനുള്ള കാരണം BJP-യും CPM-ഉം തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ ബാന്ധവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇത്രയും നാൾ ഈ ഫയൽ ഗവർണർ പിടിച്ചു വെച്ചതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പൊടുന്നനെ ഇത് ഒപ്പിട്ടു? ഞാനടക്കമുള്ള നിരവധി ആളുകൾ ഇക്കാര്യത്തിൽ പരാതി കൊടുത്തതാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു കേസിലും തീർപ്പ് കൽപ്പിക്കാതെ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ച പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കാതെ സർക്കാരിനെ സംരക്ഷിച്ച ഒരു വ്യക്തിയെ ഇത്തരമൊരു നിയമനത്തിലേക്ക് നിയമിക്കുന്നത് മൂലം ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? തന്നെയുമല്ല, റിട്ടയർ ചെയ്ത ഈ ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു വിരുന്ന് കൊടുത്തു. കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്തതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു വിരുന്ന് നൽകാൻ പാടില്ലായിരുന്നുവെന്ന് കേരളത്തിലെ പൊതുസമൂഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള എല്ലാ കേസുകളിലും അടയിരിക്കുകയും മുഖ്യമന്ത്രിയുടെ വിനീത വിധേയനാകുകയും ചെയ്ത മണികുമാറിനെ പോലുള്ളൊരു വ്യക്തിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാക്കിയതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുള്ള സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ ചട്ടങ്ങളെയും മാനദണ്ഡങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എളമരം കരീം നടത്തിയ നടപടിയെപ്പറ്റി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും തടഞ്ഞു വെച്ച് അവർ റെക്കോർഡ് ചെയ്ത മുഴുവൻ വസ്തുതകളും ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്
ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി എന്തുകൊണ്ട് അന്വേഷിക്കണം, അത് വീണ്ടും അന്വേഷിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. SDPI പിന്തുണ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. നാളെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരത്ത് അക്കാര്യം പറയും. ഒരാളുടെയും കൊടിയില്ല. ഇത്തവണ കൊടിക്ക് പകരം പുതിയ ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിച്ചത്. രാഹുൽ ഗാന്ധി എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു UDFലെ ഒരു കക്ഷികളുടെയും കൊടിയില്ലാതെ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായിട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ്. അതൊരു പുതിയ രാഷ്ട്രീയ ശൈലി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോയത്. കോൺഗ്രസിൻ്റെ കൊടിയില്ലായിരുന്നു, ലീഗിൻ്റെ കൊടിയില്ലായിരുന്നു, RSPയുടെ കൊടിയില്ലായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ കൊടിയില്ലായിരുന്നു, ഫോർവേഡ് ബ്ലോക്കിൻ്റെ കൊടിയില്ലായിരുന്നു, മുന്നണിയിലെ ഒരു രാഷ്ട്രീയ കക്ഷികളെയും കൊടിയില്ലായിരുന്നു. അല്ല, വയനാട്ടിലൊരു പുതിയ രീതി ഞങ്ങൾ അവലംബിച്ചതാണ്. രാഹുൽ ഗാന്ധി ഹൃദയത്തിലാണ്, രാഹുൽ ഗാന്ധി എല്ലാ വോട്ടർമാരുടെയും മനസ്സിലാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഫ്ലക്കാർഡുകൾ ഉയർത്താനാണ് തീരുമാനിച്ചത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ കൊടി വെച്ചാലും കൊടി വെച്ചില്ലേ ഇതൊക്കെ പറയുന്ന ആളുകളാണ്. അതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം ഒരു പുതിയ രീതി അവലംബിച്ചു എന്ന് മാത്രമേ.